ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ നിന്നെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോണം. എന്നാലേ നീ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിനക്ക് നേടിയെടുക്കാനാവൂ. കുഞ്ഞേച്ചി, എല്ലാം സഹിക്കാനും പൊറുക്കാനും മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് തന്നെയാ കുഞ്ഞേച്ചി ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ രോഹിത്തിന് ഞാനോട്ടുണ്ടാക്കിയ മുറിവിന്റെ ആഴം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരാൾക്ക് എത്രത്തോളം താഴാൻ സാധിക്കും? ഭൂമിയോളം. പക്ഷെ കുഞ്ഞേച്ചിയുടെ ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ, അത് അനുഭവിച്ചു തന്നെ അറിയണം. അഭയാർത്ഥികളോട് പോലും ഇതിലും നല്ല മര്യാദ കാണിക്കും. പക്ഷെ എന്റെ സങ്കടങ്ങളെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞേച്ചി, ഞാൻ ഫോൺ വെക്കുക. അമ്മേ, ആ ശ്യാമ ഇപ്പൊ വിളിച്ചിരുന്നു. എന്താ അവള് പറയുന്നേ? അവള് പറയുന്നതിനേക്കാൾ കൂടുതൽ കരയാ ചെയ്തത്. കുറച്ചു നാളായിട്ട് അവളത് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുകയാണല്ലോ. അവള് പറയുന്നതിലും കാര്യമില്ലേ അമ്മേ? എന്ത് കാര്യം? എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ. പക്ഷെ അതൊക്കെ ഒരു പരിധിവരെ പലരും മനസ്സിന്റെ ധൈര്യം കൊണ്ട് നേരിട്ട് ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശ്യാമ കാണിക്കുന്നത് നേരെ തിരിച്ചാ. നമ്മളാണെല്ലാം വരുത്തി വെച്ചതെന്നും പറഞ്ഞ് നമ്മളെ മാനസികമായി ശാരീരികമായി വേദനിപ്പിക്കുക, കുറ്റപ്പെടുത്തുക. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവളെ ഉപദ്രവിക്കാനല്ലല്ലോ, അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. പക്ഷെ അതവള് മനസ്സിലാക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അമ്മ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നെന്നാ എനിക്കിപ്പോ തോന്നുന്നു. അവളവിടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അമ്മയെ കഴിയുന്ന. അമ്മയെ ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ അമ്മയല്ലേ ജീവിച്ചു പോന്നത്. ഞങ്ങളെയൊക്കെ വളർത്തിയതും അങ്ങനെ തന്നെയല്ലേ. മോളെ, നീ മനസ്സിലാക്കാൻ വേണ്ടി അമ്മയൊന്ന് പറയട്ടെ. ശാരദ അല്ല ശ്യാമ. ശാരദ 3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വിധിയെ വെല്ലുവിളിച്ച് ജീവിച്ചത് ശാരദയ്ക്ക് ഒരു തൊഴിലറിയാവുന്നതുകൊണ്ടാ. ആരെയും ഭയക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞതും ആ ഒരൊറ്റ കാരണം കൊണ്ടാ. ശ്യാമയ്ക്ക് എന്തറിയാം? അവൾ അവളുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ കിടന്ന് കരയല്ലാതെ മറ്റെന്താ അവള് ചെയ്യുന്നത്? അവക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാവണം. ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അത് അനുഭവത്തിൽ കൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതിനുള്ള ഏക മാർഗം നിലവിലുള്ള സാഹചര്യം നേരിടുക എന്നുള്ളതാ. ഒറ്റയ്ക്ക് നേരിടട്ടെ. എന്ന് എപ്പോഴും അവളുടെ സഹായത്തിന് ഞാനും നീയൊക്കെ ഉണ്ടാവണമെന്നുണ്ടോ? പഠിക്കട്ടെ. കഷ്ടപ്പാട് എന്താണെന്നും അത് ജീവിതത്തെ എത്രത്തോളം ബാധിക്കുമെന്നൊക്കെ അവൾ അറിയട്ടെ. അതുവരെ അവളുടെ കരച്ചില് നമുക്ക് കണ്ടില്ലാന്ന് നടിക്കാം. അതവളോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, സ്നേഹക്കൂടുതൽ ഉണ്ടായിട്ട് തന്നെയാ. ശരിയാ, ഇതൊരു പഠനം തന്നെയാ.